നമ്മുടെ സാഗര ബദ്രിയ ജുമാ മസ്ജിദയുടെ ഖത്തീബായ അബ്ദുൽ കലാം സാദി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله ما بعد. വന്യരായ ഖുദ്വത്തു സാദാത്ത് ഷെയ്ഖുന അസ്സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട സുപുത്രൻ വന്യരായ സയ്യിദ് അഹമ്മദ് മുഖ്താർ തങ്ങളവർകൾ, വന്യരായ സയ്യിദ് അലവി അത്താസ് തങ്ങളവർകൾ, വന്യരായ ഷെയ്ഖുന കാർഗൽ ഉസ്താദ്, നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനും കൂടിയായ വന്യരായ മുഹമ്മദ് ഹാജി അവർകൾ, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റുള്ള ഉസ്താദന്മാര്, ഉമറാക്കൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജാലിസുകളുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. മർക്കസുൽ ഉലൂം എന്ന മഹത്തായ ഈ സ്ഥാപനത്തിൽ നടന്നു വരുന്ന 2 ദിവസത്തിന്റെ പരിപാടിയുടെ 2ാമത്തെ ദിവസവും സമാപന ദിവസവുമാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തുകൊണ്ടിരിക്കുന്നതും മഹത്തായ ജലാലിയ മജ്ലിസിന്റെ സദസ്സ്, വന്യരായ മുഖ്താർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സദസ്സിനെയാണ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് നീട്ടുക എന്നുള്ളത് അഭികാമ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 1-2 വാക്ക് ബറക്കത്തിന് വേണ്ടി പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ മജ്ലിസ് കൊണ്ടുള്ള നേട്ടം ദുനിയവും ആഖിറവും 2 നേട്ടവും കൂടിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇന്ന് ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ നശ്വരമായ ദുനിയവിന്റെ ആഡംബരവും നശ്വരമായ ജീവിതത്തിന്റെ ഒരു ഹോബിയും സന്തോഷവും മാത്രമാണ്, അതിന് മാത്രമാണ് പ്രയത്നിക്കുന്നത്. ശാശ്വതമായ ഒരു ലോകത്ത് നമുക്ക് സുഖിക്കേണ്ടതുണ്ട്. അത് അനന്തമായ ഒരു ലോകമാണ്. അവിടത്തേക്ക് നമുക്ക് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അവിടെ സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടതുണ്ട് എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്നവർ വളരെ വിരളമാണ്. അതേ സമയത്തിൽ ഈ ലോകത്തിന്റെ ദുനിയവിയായ നശ്വരമായ ജീവിതത്തിന്റെ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി ഏതറ്റം വരെയും നാം ശ്രമിക്കാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ, അതിന്റെ മാർഗങ്ങൾ മെനയാൻ നാം തയ്യാറാണ്. അത് മറ്റുള്ളവനെ കൊന്നിട്ടാണെങ്കിലും മറ്റുള്ളവനെ തകർത്തിട്ടാണെങ്കിലും ഏതറ്റം വരെയും ദുനിയവിൽ ഒരു സുഖം കിട്ടട്ടെ എന്ന നിലക്ക് നാം ശ്രമിക്കുകയാണ്. അതേ സമയത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സമ്പത്ത് വേണ്ട, സന്താനങ്ങൾ വേണ്ട, ദുനിയവിന്റെ ഒരു ആഡംബരവും വേണ്ട എന്നല്ല പറയുന്നത്. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിൽ മാത്രം കവിഞ്ഞുകൂടിക്കൊണ്ട് ആഖിറത്തിനെ മറക്കുന്ന ഒരു ചിന്താഗതി, ഒരു ജീവിതം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇരിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫ്, ആ കഹ്ഫ് സൂറത്തിൽ പറയുന്നത് നമുക്ക് കാണാം, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനങ്ങളും അത് ദുനിയാവിന്റെ അലങ്കാരമാണ്, ആഡംബരയാണ്. അതേ സമയത്തിൽ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, സ്വാലിഹായ എന്നെന്നും ശേഷിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ, അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ നാം രക്ഷപ്പെടാനുള്ള, എന്നെന്നും രക്ഷപ്പെടാനുള്ള ഒരു എന്നെന്നും ഉത്തമമായ പ്രതിഫലവും അതുപോലെ തന്നെ നമുക്ക് ആകാംക്ഷിക്കേണ്ട പ്രതീക്ഷിക്കേണ്ട ഒരു അമലും
സ്വാലിയായ അമൽ മാത്രമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുമ്പോൾ, സന്താനവും സമ്പത്തും ആഡംബരയാണ്, അലങ്കാരമാണെന്ന് പറയുമ്പോൾ സമ്പത്ത് വലിച്ചെറിയണമെന്നോ സന്താനങ്ങൾ വേണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഋഷിയായി അല്ലെങ്കിൽ ഒരു സുഹൃദിന്റെ പരിത്യാഗം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നല്ല പരിശുദ്ധ ദീനിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സമ്പത്തും സന്താനങ്ങൾ വേണം. ആ നിന്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെ കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടും നിനക്ക് ആഖിറത്തിൽ നിനക്ക് വിജയം നേടാൻ നിനക്ക് സാധിക്കും. എപ്പോഴെന്ന് അറിയുമോ? ആ സമ്പത്തും സന്താനങ്ങളെയും നീ വേണ്ടതുപോലെ കൈക്രമയം ചെയ്യുമ്പോൾ, നീ അതുകൊണ്ട് നീ ഉപകാരം നേടുമ്പോൾ തീർച്ചയായും നിന്റെ ആഖിറത്തിലേക്ക് നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് വിജയം നേടാൻ, നിന്റെ സന്താനങ്ങളെ കൊണ്ട് നിനക്ക് വിജയം നേടാൻ കഴിയും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം മർക്കസുൽ ഉലൂം എന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ നിന്റെ മക്കളെ അല്ലെങ്കിൽ നിന്റെ മകളെ നിന്റെ മകനെ കൊണ്ട് ചേർത്തുകൊണ്ട് ആ നിന്റെ പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മകൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് നീ മരിച്ചതിന് ശേഷം നിന്റെ കബരിന്റെ അരികിൽ വന്നുകൊണ്ട് പ്രിയപ്പെട്ട ബാപ്പാന്റെ പാരമ്പരിക മോക്ഷത്തിന് വേണ്ടി ദ്വായിരക്കുന്ന ഒരു മക്കളായി നീ മാറ്റിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിന്റെ മക്കള് നിന്റെ ആഖിറത്തിലേക്കുള്ള സ്വാലിഹായ ഒരു അമലായി അത് വരികയാണ്. അപ്പോൾ നമ്മുടെ സന്താനങ്ങളെ കൊണ്ട് ആഖിറത്തിലേക്ക് നമുക്ക് സ്വാലിഹായ ഒരു അമലാക്കി തീർക്കാൻ സാധിക്കും എന്നതാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നിന്റെ സമ്പത്ത് കൊണ്ടും നിനക്ക് ആഖിറത്തിലേക്ക് അതുകൊണ്ട് വിജയം നേടാൻ കഴിയും. ഇത് പറയുമ്പോൾ ഓർക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനും കൂടിയായ മുഹമ്മദ് ഹാജി അവറുകൾ ഒരുപാട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സഹകരിക്കുന്നു, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, പ്രയത്നിക്കുന്നു. ഈ സ്ഥാപനം എന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം സഹകാരിയാണെന്നത് ഓർക്കേണ്ടതുണ്ട്. അത്തരം നാം ചിന്തിക്കേണ്ടത്, ഇവിടെ ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് കൊടുത്തുവെങ്കിലും ആ സമ്പത്തിന് വേണ്ടതുപോലെ കൈക്രമ്യം ചെയ്യുന്നതിൽ അവർ അമ്പേ പരാജിതരാണ്. അതുകൊണ്ട് തന്നെ സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ. രണ്ട് കാര്യത്തിലല്ലാതെ ഹസദില്ല. ഹസദ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഹസദ് എന്ന് പറഞ്ഞാൽ ഒരുവന്റെ അനുഗ്രഹം നീങ്ങിക്കിട്ടാൻ ആഗ്രഹിക്കുകയും അതുപോലെയുള്ള അനുഗ്രഹം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഏർപ്പാടാണ് അസൂയ എന്നുള്ളത്. ആ അസൂയ ഒരു വിഷയത്തിന് നമുക്ക് പാടുള്ളതല്ല. പക്ഷേ മറ്റുള്ളവനെ പോലെ ആകണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ രണ്ട് കാര്യത്തിൽ അവർക്ക് ആ അർത്ഥത്തിനുള്ള, അഥവാ അവനെ പോലെ എനിക്കാകണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാം. അതേതാണ്? സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ. രണ്ട് കാര്യത്തിലല്ലാതെ അസൂയയില്ല എന്ന് പറഞ്ഞാൽ അവനെ പോലെ ആകണം എന്നുള്ള ആഗ്രഹിക്കേണ്ട കാര്യം രണ്ട് കാര്യമാണ്. ഒന്ന്, റജുലുൻ ആതാഉല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖി. ഒരു മനുഷ്യൻ അല്ലാഹു തആല സമ്പത്ത് കൊടുക്കുകയും ആ സമ്പത്ത് നേരായ മാർഗത്തിൽ അവൻ ചെലവഴിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, റബ്ബേ അവനെ പോലെ എനിക്കും ആകണമായിരുന്നു എന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു നേരായ മാർഗത്തിൽ ചെലവഴിക്കുന്നവരെ നാം പ്രശംസിക്കേണ്ടതും അവരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി ദുആയിരക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ, അതുപോലെ തന്നെ നമ്മുടെ സാഗരയിൽ വെച്ചുകൊണ്ട് സുന്ദരമായ ഒരു പള്ളി ഉയർന്നു വരുന്നുണ്ട്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ആ പള്ളി യാതൊരു ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഇല്ലാതെ പൂർത്തീകരിക്കാനും അതിൽ ആരാധന എടുക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തീർച്ചയായിട്ടും ആ പള്ളിയിൽ ഖിയാമത്ത് നാൾ വരെ ആരാധന എടുക്കുന്ന അതിന്റെ അമാലുകളുടെ മിസ്ല സവാബ് വന്യരായ നമ്മുടെ മുഹമ്മദ് ഹാജിയുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറുകളിലേക്ക് അതിന്റെ മിസ്ല സവാബ് അല്ലാഹു തആല നിരന്തരം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മാതാപിതാക്കളെ സന്തോഷിക്കാനുള്ള ഒരു അവസരമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, നമ്മുടെ സമ്പത്ത് അതിന്റെ ഉത്തമമായ മാർഗത്തിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തആല അനുവദിക്കുന്ന മാർഗത്തിൽ ചെലവഴിക്കുന്നവരെ നാം പ്രശംസിക്കേണ്ടത്, അവരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു തആല നിരക്ക് ആക്കി തരുമാറാകട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധമായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വറജുലുൻ ആതാഹുല്ലാഹു ഹിക്മതൻ ഇൽമൻ
അങ്ങനെ അവൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് ഇൽമു കൊടുക്കുകയും ആ ഇൽമിനെ അവൻ ഹക്കായ മാർഗത്തിൽ ആ മനുഷ്യൻ ആ പണ്ഡിതൻ ചെലവഴിക്കുന്നുവെങ്കിൽ അവനെ പോലെ ആകാൻ നമുക്ക് ആഗ്രഹിക്കാമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൽക്രമങ്ങളെല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ സംഗമങ്ങളൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ അമലാക്കി തരുമാറാകട്ടെ എന്ന് പ്രത്യേകമായി കൊണ്ട് ദുആയിരുന്നുകൊണ്ട് വന്യരായ ഖുദൂത്ത് സാദാത്ത് വന്യരായ ശൈഖുന ആറ്റക്കോയ തങ്ങൾ ഇവിടെ ഇന്ന് വരണമായിരുന്നു. പക്ഷേ വന്യരായ തങ്ങൾക്ക് ജാമിയ സഅദിയ അറബിയുടെ സമ്മേളനത്തിന് തന്നെ വലിയ പ്രയാസത്തോടു കൂടിയാണ് വന്നത്. വന്യരായ തങ്ങൾക്ക് വേണ്ടി നാം എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ കുമ്പോൽ സാദാത്യങ്ങൾ നമുക്കൊക്കെ വലിയ ആശ്വാസമാണ്, നമുക്ക് ആനന്ദമാണ്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയാണ്. ഒരു 2-3 ദിവസം നിൽക്കേണ്ട ഒരു ചർച്ചാ വിഷയം അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ഒരു മഹാകഴിവ് വന്യരായ ഖുദൂത്ത് സാദാത്ത് വന്യരായ കുമ്പോൽ ആറ്റക്കോയ തങ്ങൾക്കുണ്ട്. അല്ലാഹു തആല അവിടുത്തെ തണൽ എരിയും നീട്ടിത്തരുമാരാകട്ടെ. അവിടുത്തെ മക്കൾക്കും അല്ലാഹു തആല വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് മാത്രം ദുആയിരുന്നു കൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.